ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചൂണ്ടിടാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. മച്ചാന്മാരെ, ഇന്ന് നമ്മൾ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത് വരാലുകളും ചെറുമീനുകളും കിടന്ന് പൊളയ്ക്കുന്ന ഒരു തീപ്പൊരി സ്പോട്ടിലാണ്. ഈ പറമ്പിലുള്ള ചെറിയ ചാലുകളിലും കുഴികളിലുമാണ് അവന്മാര് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വരാലുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല പെടക്കണ മണ്ണിരയാണ് വിഷ്ണു ബെയ്റ്റ് ആയിട്ടിട്ടിരിക്കുന്നത്. വരാല് വിഷ്ണുവിന്റെ ചൂണ്ടയുടെ തൊട്ടടുത്തുണ്ട്. അടിയും പൊട്ടി. ഇവൻ ചൂണ്ടയിൽ കൊത്താനായിട്ട് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് അറിയാനായിട്ട് പറ്റും. വരാല് നമ്മുടെ ബെയ്റ്റ് എടുക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മുടെ ചൂണ്ടയുടെ അടുത്ത് വന്ന് 2-3 കൊമ്പള വിടും. ഇങ്ങനെ നമ്മുടെ ബെയ്റ്റിന്റെ അടുത്ത് ബബിൾസ് വരുന്നത് കണ്ടാൽ ഉറപ്പിച്ചോ അപ്പൊ തന്നെ അടി വീണിരിക്കും. ചെറുമീനും വരാലുകളുടെ ഈ സെയിം സ്വഭാവം തന്നെയുണ്ട്. അതുകൊണ്ട് മീൻ കുത്തുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് അലർട്ടായി നിൽക്കാനായിട്ട് പറ്റും. ഈ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന പറമ്പിന്റെ സമീപത്ത് കൂടി ഒരു വലിയ തോടൊഴുകുന്നുണ്ട്. ആ തോട്ടിൽ നിന്നാണ് വരാലുകളും ചെറുമീനുകളും മുഴുവൻ ഈ പറമ്പിലെ കുഴികളിലും കാനകളിലും എത്തിയത്. അങ്ങനെ തോട്ടിൽ നിന്നും കേറി വന്ന മീനുകൾ ഇവിടെ കിടന്ന് നന്നായി ബ്രീഡായി. പിന്നെ ഇത് വലിയൊരു തെങ്ങുംതോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട പുൽച്ചാടിയും തവളകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മള് ഇവിടുന്ന് പിടിക്കുന്ന മീനുകളൊക്കെ ജീവനോടെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കിണറ്റിലിടാനാണ് പരിപാടി. കടലിൽ നിന്നും ചൂണ്ടയിൽ പിടിക്കുന്ന മീനുകൾ പോലെയല്ല വരാലുകളും ചെറുമീനുകളും ഒന്നും പെട്ടെന്ന് ചാവില്ല. രാവിലെ ചൂണ്ടയിൽ കിട്ടി വൈകിട്ടാണ് നമ്മൾ വീട്ടിൽ എത്തുന്നതെങ്കിൽ പോലും ഇവരെ നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ ജീവനോടെ വീട്ടിലെത്തിക്കാനായിട്ട് സാധിക്കും. വെള്ളക്കെട്ടിന്റെ സമീപത്തായി ഇതുപോലെ പുല്ലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ അടിയിൽ ഒരു വരാലോ ചെറുമീനോ കാണാതിരിക്കില്ല. ഇവര് ടെറിറ്റോറിയൽ ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ നല്ല ആക്രമണ സ്വഭാവം വരാലിനും ചെറുമീനും ഉണ്ട്. അവരുടെ ഏരിയയിൽ വരുന്ന ഇരയുടെയും ശത്രുവിന്റെയും ഒരു ചെറിയ ചലനം പോലും അവർക്ക് സഹിക്കാനായിട്ട് കഴിയില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടത്. ഡോൺ ബെയ്റ്റ് ആയിട്ടിട്ട മണ്ണിരേനെ അവൻ പറന്നു വന്ന് വെട്ടി. ഏതായാലും ഡോണ് ഭാഗ്യമുണ്ട്, ഹുക്കിൽ നിന്ന് പോയിട്ടും തിരിച്ചവൻ വെള്ളത്തിലേക്ക് പോയില്ല. അതുമാത്രമല്ല വരാലുകളുടെ ശരീരത്തിന് നല്ല വഴുക്കലാണ്. നമ്മൾ കയ്യിൽ പിടിച്ചാൽ അവൻ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ചെറിയ ഫ്രോഗ് ഇട്ട് ലൂർ കാസ്റ്റ് ചെയ്താലും ഇവന്മാര് കയറി അടിക്കും. പക്ഷേ ഇതുപോലെ മണ്ണിരയിട്ട് കിട്ടും പോലെ ചറപറ കിട്ടത്തില്ല. രുചി കൂടുതലുള്ളതുകൊണ്ട് മാത്രമല്ല ഔഷധ ഗുണമുള്ള മാംസമാണ് വരാലിന്റേത്. അതാണ് ചൂണ്ടക്കാരെല്ലാം ഇവരുടെ പുറകെ കൂടിയിരിക്കുന്നത്. ഇനിയിപ്പോ കൊണ്ടുപോയി കിണറ്റിലിടുമ്പോൾ നമ്മുടെ വരാലുകുട്ടൻ തനിച്ചാവില്ല. അവൻ എന്തായാലും നല്ലൊരു കൂട്ട് കിട്ടി. നല്ലതുപോലെ തവളയും പരളൊക്കെയുള്ള കിണറാണ്. അതൊക്കെ തിന്ന് ഇവര് പെട്ടെന്ന് തന്നെ തടിമാടന്മാരായി മാറും. പിന്നെ ഇത് ആൺമത്സ്യവും പെൺമത്സ്യവും ആണെങ്കിൽ ഇവര് ഉറപ്പായിട്ടും കിണറ്റിൽ കിടന്ന് ബ്രീഡ് പോവും. നല്ല ചോര ചോപ്പൻ നിറാണ് വരാലിന്റെ കുട്ടികൾക്ക്. അത് ഇഷ്ടം പോലെ മുട്ടകൾ വിരിഞ്ഞിറങ്ങുകയും ചെയ്യും. ഇത്രയും നേരം കഴിച്ചുകൊണ്ടിട്ട് പറമ്പിൽ വരാല് പിടിച്ചുകൊണ്ടിരുന്നവരെല്ലാം ലൂർ കാസ്റ്റിംഗിലെ പുലികളാണ്. ഈ തോടിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തോട്ടിൽ നിന്നാണ് വെള്ളം പൊങ്ങുമ്പോൾ മീനുകൾ കൂട്ടത്തോടെ നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിട്ട പറമ്പുകളിൽ എത്തുന്നത്. ആ പറമ്പിലുള്ള കുഴികളില് വരാല് കൂടുതലായിട്ടുണ്ട്. പക്ഷേ ചെറുമീനുകൾ കൂടുതലും ഈ തോട്ടിൽ തന്നെയാണ്. നമ്മുടെ അഖിലേട്ടനും അവരെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. തോടിന്റെ സൈഡ് പറ്റിയാണ് ഇവിടെ കൂടുതലും ചെറുമീനുകൾ നിൽക്കാറ്. സാധന സൈഡ് പറ്റി നിൽപ്പുണ്ടെങ്കിൽ എന്തായാലും അഖിലേട്ടൻ അവനെ പൊക്കിയിരിക്കും. അവിടെ ഒരു ചെറുമീൻ ഉണ്ടാവും എന്നുള്ള അഖിലേട്ടന്റെ കണക്കുകൂട്ടല് ഒരു തരും പോലും പിഴച്ചില്ല. ഫ്രോഗിൽ അടി പൊട്ടിയതും ഒരു പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അഖിലേട്ടൻ അവനെ ലോക്കാക്കി. ചെറുമീനുകൾ കൂടുതൽ സമയവും വെള്ളത്തിന്റെ മുകൾ ഭാഗത്തോട് ചേർന്നാണ് ഉണ്ടാവുക. ഇരയെ പ്രതീക്ഷിച്ച് അവരിങ്ങനെ പതുങ്ങിയിരിക്കും. ചിലപ്പോ ഇവര് ഇതുപോലെ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് വരും. അല്ലെങ്കിൽ ഒരു സ്പോട്ടിൽ തന്നെ ഒത്തിരി പ്രാവശ്യം എറിഞ്ഞാലേ ചില സമയങ്ങളിൽ ഇവർ സ്ട്രൈക്ക് വരത്തുള്ളൂ. അഖിലേട്ടൻ എറിഞ്ഞ ഡെമ്മി തവളയെ ഇവൻ വായിലാക്കുന്നതിന് മുമ്പ് തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു തവളയെ ഇവൻ വയറ്റിലാക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. വയറ് ശരിക്കും വീർത്തിരിപ്പുണ്ട്. വയറ് ഇതുപോലെ നിറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളില് ചെറുമീൻ അങ്ങനെ അടുത്ത ഇര എടുക്കാറില്ല. ഇതിപ്പോ എന്താ പറ്റിയെന്ന് അറിയില്ല. തീരെ കുഞ്ഞൻ ചെറുമീൻ ആയതുകൊണ്ട് അഖിലേട്ടൻ അവനെ അവിടെ തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. വലുത് തന്നെ അടിക്കുന്ന ഒരുപാട് സ്പോട്ടുകള് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടം ലക്ഷ്യം വെച്ചാണ് നമ്മുടെ ചൂണ്ടക്കാർ നീക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തോടിന്റെ സമീപത്ത് തന്നെ ആയിട്ടുള്ള ഒരു വെള്ളക്കെട്ടില് മീന്റെ ആക്ടിവിറ്റി കണ്ട് വിഷ്ണു ഒന്ന് ചവിട്ടി. ഏറെടുത്ത് പോയത് വരാലാണോ ചെറുമീനാണോ എന്നുള്ള കാര്യത്തില് വിഷ്ണുവിനൊരു വ്യക്തതയില്ല. പക്ഷേ സാധനം എന്തായാലും ആ പുല്ലുകളോട് ചേർന്ന് കിടപ്പുണ്ട്. ഒട്ടും ഒഴുക്കില്ലാതെ നിശ്ചലമായിട്ട് കിടക്കുന്ന വെള്ളം ആയതുകൊണ്ട് ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ ഏറില് അവൻ ഉറപ്പായിട്ടും അടിച്ചിരിക്കും. കാസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും വരാലും ചെറുമീനും ഒരുപോലെ തന്നെ കുടുങ്ങുന്ന ഫ്രോഗുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോ വലിയ ചേറാനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റിയ വലിയ ബുൾഫ്രോഗുകൾ ഇറങ്ങുന്നുണ്ട്. അത് ചിലപ്പോ ചെറിയ വരാലിന്റെ വായിൽ കയറിയെന്ന് വരില്ല. മച്ചാന്മാരെ, ഈ പ്രാവശ്യം അടിയാണ്. എല്ലാരും ഫ്രോഗിന്റെ വരവിലേക്ക് ശ്രദ്ധിച്ചോ. പുല്ലുകളുടെ ഇടയിൽ നിന്നും അവൻ ഇറങ്ങി വന്ന് ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. മച്ചാന്മാരെ, ഇതാണ് നമ്മള് കാത്തിരുന്ന ആ
സുവർണ നിമിഷം. ഫ്രോഗ് ചാടി വന്ന സമയത്ത് സമീപത്തുള്ള പുല്ല് അനങ്ങിയപ്പോൾ അവൻ വരുന്നുണ്ടെന്നുള്ള സൂചന വിഷ്ണുവിനെ കറക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ ഹുക്കപ്പിന്റെ ടൈമിങ്ങിന്റെ കാര്യത്തില് വിഷ്ണുവിനെ തോപ്പിക്കാൻ ഈ കേരളത്തിൽ വേറൊരു ചൂണ്ടക്കാരനില്ല. അടിക്കുന്നത് വലിയ മീനാണെങ്കിലും ചെറിയ മീനാണെങ്കിലും അത്ര അളന്നു കുറിച്ചുള്ള ഹുക്കപ്പാണ് വിഷ്ണു കൊടുക്കാറ്. അതൊന്നും പറയാനില്ല. ചെറുമീൻ വരാൽ പിടുത്തത്തില് നമ്മുടെ വിഷ്ണുവിന്റെ പ്രാഗൽഭ്യം അവന്റെ ചാനലായ വിഷ്ണുസ് ഫിഷിംഗ് സ്ഥിരമായിട്ട് തന്നെ കാണുന്നവർക്കറിയാം. ചൂണ്ടയിൽ പെട്ട സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നല്ല പെടപിടച്ച് അവന്റെ ഊർജ്ജം എല്ലാം ചോർന്നു പോയി. ഇപ്പൊ അവനൊന്നും അനങ്ങുന്ന പോലുമില്ല. ജീവനുള്ള നാടൻ വരാലിന് വിഷ്ണുവിന് നല്ല ഓർഡർ ഉണ്ട്. എത്ര കിട്ടിയാലും അത് അപ്പൊ തന്നെ വിറ്റു. അത്രയ്ക്ക് ഡിമാൻഡുള്ള മീനായതുകൊണ്ട് പലരും ഇവനെ ഇപ്പോ പഴുതാക്കുളത്തിലും മറ്റും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പൊതുവെ മാംസബുക്കുകളാണെങ്കിലും ചെറുപ്പത്തിലെ മറ്റു മീനുകൾക്ക് കൊടുക്കുന്ന പെല്ലറ്റ് കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ വരാലുകളും പെല്ലറ്റ് കഴിക്കൂന്നാണ് പറയപ്പെടുന്നത്. പാച്ചുവും ഡോണും അടുത്ത ടാർഗറ്റ് തപ്പി നടക്കുകയാണ്. മീന്റെ ആക്ടിവിറ്റിയാണ് അവര് നോക്കി പോകുന്നത്. അങ്ങനെ കറങ്ങി നമ്മുടെ ചൂണ്ടക്കാർ വീണ്ടും ഒരു തെങ്ങുംതോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഒരു മീൻ തെങ്ങിന്റെ സമീപത്ത് കാണുന്ന ചാലിൽ നിന്നും ഏറെടുത്ത് പോകുന്നത് നമ്മുടെ പാച്ചു കണ്ടു. മച്ചാമാരെ, അവിടെയാണ് നമ്മുടെ പാച്ചു എന്ന ചൂണ്ടക്കാരന്റെ ബുദ്ധി വൈഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രോഗ് എറിയാൻ ഫുൾ സെറ്റായിട്ട് റോഡ് കയ്യിൽ ഉണ്ടായിട്ടും അവനത് ഉപയോഗിക്കാതെ കൈച്ചൂണ്ടയാണ് ഇട്ടത്. മീന് നീങ്ങിപ്പോവാൻ ഇവിടെ അധികം ഇടയില്ലാത്തത് കൊണ്ട് മണ്ണിരയിൽ അവൻ അടിക്കൂന്നുള്ള പാച്ചുവിന്റെ കണക്കുകൂട്ടല് ഒരു തരുമ്പ് പോലും പിഴച്ചില്ല. അമ്പോ, മീൻ വെള്ളത്തിന്റെ മുകളിലേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ഒരു മുട്ടൻ വരാലായിരിക്കുമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷേ ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ പാച്ചു മണ്ണിരയിട്ട് അടിച്ചു കയറ്റിയിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ചെറുമീനെയാണ്. ചെറിയ ഹുക്കിട്ട് പിടിച്ചത് കൊണ്ട് വലിയ പരിക്കൊന്നും ഇവന് പറ്റിയിട്ടില്ല. ഇവനെ നേരെ കിണറ്റിലേക്ക് കൊണ്ട് ഇടാനായിട്ട് പോവാണ്. നമ്മള് നേരത്തെ പിടിച്ച വരാലുകൂട്ടന്മാരോടൊപ്പം ഇവനെ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടാൽ ഇവൻ അവന്മാരോട് തല്ലുപിടിക്കുമെന്ന് അറിയില്ല. ഇവന്മാര് 3 എണ്ണം അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ട് ഏതായാലും കിണറ്റിലെ പരലുകളുടെയും തവളകളുടെയും ഒക്കെ കാര്യം ഇന്ന് തന്നെ തീരുമാനാവുന്നുള്ള കാര്യം ഉറപ്പായി. വരാലുകളുടെ അത്രയും സ്റ്റാമിന ചെറുമീനുകൾക്കില്ലെങ്കിലും വരാലുകളെ പോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ശ്വസിക്കാൻ ചെറുമീനുകൾക്കും കഴിയും. മച്ചാമാരെ, തൊട്ടപ്പുറത്ത് നിന്ന് ഒരു കൂവല് കേട്ട് ഞാൻ അങ്ങോട്ട് കുതിച്ചെത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ആനന്ദേട്ടനും ഷാരോൺ ചേട്ടനുമാണ്. വെറുതെ അല്ല അവര് കൂയത്, ഒരു പടക്കം മുതലിനെ അടിച്ച് കരയിൽ കയറ്റിയിട്ടിരിക്കുകയാണ് അവർ. മച്ചാമാരെ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് കടലിൽ വേട്ടയ്ക്കായിട്ട് പോയിരുന്നു. അന്ന് വേലിയേറ്റത്തിന്റെ സമയത്ത് നമ്മുടെ മനുവിന്റെ ചൂണ്ടയില് ഒരാറ്റം മുതലേറി പിടിച്ചു. ഒരു പടുകൂറ്റൻ തിരണ്ടിയാണ് മനുച്ചേട്ടന്റെ ചൂണ്ടയിലെന്ന് ഞങ്ങളെല്ലാരും ഉറപ്പിച്ചു നിന്ന സമയത്ത് നമ്മളാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭീകര സ്വത്വം വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വരുന്ന ഭയാനക കാഴ്ച ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.